ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ 20 years later എന്ന് പറഞ്ഞൊരു സോംബി ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ ഒരു സോംബി ത്രില്ലർ മൂവീസ് ചെയ്തിട്ട് ഒരുപാട് നാളായി. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ ഒരു മൂവി ഫുള്ളായിട്ടും ഐഫോണിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിന്റെ മറ്റ് ആക്സസറിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടെങ്കിലും മെയിൻ ക്യാമറ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഐഫോണാണ്. കൂടാതെ ഈ ഒരു സോംബി ത്രില്ലർ മൂവീസിന്റെ ഒരു ഉത്ഭവം ഉണ്ടല്ലോ, അത് തന്നെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആയതെന്നാണ് പറയുന്നത്. അതുപോലെ ഇനിയും ഈ ഒരു മൂവിയുടെ പല ഭാഗങ്ങളും ഇറക്കാനായിട്ടുണ്ട്. അതല്ല ഇനി വരുന്ന വർഷങ്ങളിലായിരിക്കും അവർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടെടുത്തോളം എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ മൊത്തത്തിൽ ഈ ഒരു മൂവി കാണുമ്പോഴത്തേക്കും ഒരു 80+ മൂവിയാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികൾ കാണാതിരിക്കുക. നമ്മുടെ ചാനലിൽ കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഡൗൺലോഡ് ചെയ്തൊരിക്കലും കാണാൻ നിൽക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മൂവിയെ പറ്റി വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. എങ്ങനെയുണ്ട് ഈ ഒരു മൂവിയെന്ന് നിങ്ങൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ അധികമായിട്ട് വേറെ ഒന്നും പറയുന്നില്ല. അതിനു മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ഒരു ലൈക്കും, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ സ്കോട്ടിഷ് ഹൈലാൻഡിലെ ഒരു വലിയ വീട്, അതിനുള്ളിൽ ജിമ്മി എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യനും അതേപോലെ തന്നെ അവൻ്റെ കൂടെ മറ്റൊരുപാട് ചെറിയ കുട്ടികളുണ്ട്. ഇവരെല്ലാവരും ടി വിയിൽ എന്തോ ഒരു കാർട്ടൂൺ ഇരുന്ന് കാണുകയാണ്. പക്ഷെ അത്ര സന്തോഷത്തിലല്ല, കാരണം എന്തോ ഒരു കാര്യം അവരെ പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആ ഒരു ഭയത്തോടെ തന്നെ ഈ ഒരു കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ റൂമിന് വെളിയിലായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. പെട്ടെന്നാണ് ഒരു സ്ത്രീ അതിനകത്തേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ആ ഒരു കുട്ടീനെ ഇവരുടെ ഇടയിലേക്ക് കൊണ്ടിരുത്തുമ്പോൾ ജിമ്മി ചോദിക്കും, അമ്മായി അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ, ഇല്ല ജിമ്മി, നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കും, എന്ത് സംഭവിച്ചാലും ഈ ഒരു ഡോർ തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഇവരെല്ലാവരും ആ ഒരു പേടിയിൽ തന്നെ ഇരുന്ന് കാർട്ടൂൺ കാണാണ്. ചെറിയ കുട്ടികൾ വരെയുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ വെളിയിൽ എന്തൊക്കെയോ വലിയ രീതിയിൽ ശബ്ദം കേൾക്കുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും നല്ലതുപോലെ പേടിക്കും. അപ്പോഴേക്കാണ് ജിമ്മി പതിയെ എഴുന്നേറ്റ് ആ ഒരു ഡോറിനടുത്തേക്ക് വന്നിട്ട് എന്താ ശബ്ദം എന്ന് ഇങ്ങനെ കേൾക്കുന്നതും പെട്ടെന്ന് ആ ഒരു ഡോർ ഇടിച്ച് തുറന്ന് ഒരുപാട് സോംബി മനുഷ്യരെ, ഈ വൈറസ് ബാധിച്ച മനുഷ്യരുണ്ടല്ലോ, അവരെല്ലാവരും കൂടി ഈ ഒരു റൂമിനകത്തേക്ക് കയറി വരുന്നു. ജിമ്മി മാത്രം ആ ഒരു ഡോറിന് പുറകിലായതുകൊണ്ട് അവനെ ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു സോംബികളെല്ലാം കൂടി അകത്തേക്ക് കയറി വന്ന് അവിടെയുള്ള എല്ലാ കുട്ടികളെയും കൊടൂരായിട്ട് കൊല്ലുകയാണ്. അങ്ങനെ ജിമ്മി അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു വീട് മുഴുവനായിട്ട് സോംബികൾ വളഞ്ഞിട്ടുണ്ട്. അവന്റെ അമ്മായി എല്ലാവരും മരണപ്പെട്ടു. ഇപ്പോൾ ജിമ്മി മാത്രമാണ് ആ ഒരു വീട്ടിൽ രക്ഷപ്പെട്ട ഒരാള്. അങ്ങനെ ജിമ്മി എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് തന്നെ ആ ഒരു വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് നല്ല വേഗതയിലോടും. അപ്പോൾ ആ ഒരു സോംബികൾ അവന്റെ പിറകെ വരുന്നുണ്ട്. അങ്ങനെ ജിമ്മി ഒരുപാട് ദൂരം ഓടിയ അവസാനം ഒരു വലിയ ചർച്ചിനടുത്തേക്ക് വന്ന് അതിന്റെ ഡോർ എങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് അവന്റെ അച്ഛൻ ഇരിക്കുന്നു. അതുപോലെ ഈ ഒരു ചർച്ചിലെ ഫാദർ കൂടിയാണ് അയാള്. അങ്ങനെ ജിമ്മി ഓടി അവന്റെ അച്ഛന്റെ അടുത്തേക്ക് വന്നിട്ട് അയാളെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിലും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നു. അച്ഛാ, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും അവർ കൊന്നു, അവരിവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറയുന്നതും അവന്റെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇല്ല മോനെ, ഒരിക്കലും അവരാരും മരിച്ചിട്ടില്ല, ഇതാണ് വിധിയുടെ ദിവസം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ചർച്ചിന് വെളിയിൽ സോംബികൾ വന്നിങ്ങനെ നിൽക്കാണ്. അകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ആ ഒരു കുരിശ് മാല എടുത്ത് ജിമ്മിയുടെ കയ്യിൽ കൊടുത്തിട്ട്, നീ ഇതെപ്പോഴും നിന്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കണം എന്ന് പറഞ്ഞ് ജിമ്മിയെ അടുത്തുള്ളൊരു മുറിക്കടുത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ അവൻ ആ ഒരു മുറിയിലേക്ക് കയറി ഇങ്ങനെ ഒളിച്ചിരിക്കും. അപ്പോഴേക്ക് ഈ ഒരു സോംബികൾ വെളിയിൽ നിന്ന് ഓടി വരുന്നു. ഈ ഒരു ഫാദർ ആണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല, അനങ്ങാതെ തന്നെ ഇരിക്കുന്നതും ഈ ഒരു സോംബികൾ ഓടി വന്നിട്ട് അയാളെ കടിക്കാൻ തുടങ്ങും. അങ്ങനെ കടിച്ച് അയാൾ ഒരു സോംബിയായിട്ട് മാറി അവിടെ നിന്ന് പോകുമ്പോൾ ജിമ്മി പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ എന്നെ തനിച്ചാക്കിയത് എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ ആ ഒരു ചെറിയ പയ്യന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയ പയ്യൻ ഈ ഒരു കുരിശുമാലയും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വൈറസ് ഇവിടെ എല്ലാം പടർന്ന് പിടിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമതൊരു തവണ കൂടി ഈ ഒരു വൈറസ് പടർന്നു പിടിച്ചു. പക്ഷെ ഇത്തവണ ഈ ഒരു വൈറസ് ബാധിച്ച ആ ഒരു പ്രദേശം ഉണ്ടല്ലോ, ആ ഒരു പ്രദേശത്തെ മൊത്തമായിട്ട് ക്വാറന്റൈനിൽ അടച്ചിട്ടു. അത് കഴിഞ്ഞ് വൈറസ് ബാധിക്കാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്, അവരെല്ലാവരും സാധാരണ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പം ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് 28 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം മറ്റൊരു ദ്വീപ് പ്രദേശമാണ് കാണിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ എന്താണെന്ന് പറയാം. ഇവിടെ താമസിക്കുന്നവർക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. അവരവരുടേതായിട്ടുള്ള ഒരു ജീവിതമാണ് ജീവിക്കുന്നത്. അതും ഈ ഒരു ക്വാറന്റൈൻ ബാധിച്ച ആ ഒരു പ്രദേശത്തിന് അടുത്തായിട്ട് തന്നെയാണ് ഇവരുടെ ദ്വീപ് ഉള്ളത്. പക്ഷെ ഈ ഒരു 2 ദ്വീപിലേക്കും കണക്ട് ചെയ്യുന്ന ഒരു കടൽ ഭാഗമുണ്ട്. അപ്പോൾ ഇതിലൂടെ മാത്രമേ ഇവർക്ക് ആ ഒരു സോംബികളുള്ള ദ്വീപിലേക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ ഈ ഒരു ദ്വീപിൽ താമസിക്കുന്നവര് അവിടെ പുതിയൊരു ജീവിതം തന്നെ സ്റ്റാർട്ട് ചെയ്ത് അവിടെയുള്ള കുട്ടികൾക്ക് ഈ ഒരു മൊബൈൽ ഫോൺ എന്താണ്, ആധുനിക ടെക്നോളജി എന്താണ് എന്നുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ല. അവരുടെ ലോകം ഇതാണെന്ന് പറഞ്ഞ് അവിടെയുള്ള കുട്ടികളെല്ലാം പറഞ്ഞു പറ്റിച്ച് അവരെല്ലാവരും അവിടെ ഒരു ജീവിതം ജീവിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ദ്വീപിൽ താമസിക്കുന്നതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള സ്പൈക്ക്, അതേപോലെ തന്നെ അവന്റെ അച്ഛൻ ജാമി, പിന്നെ അവന്റെ അമ്മ ഐല. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ സ്പൈക്കിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ അവന് 16 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവന്റെ അച്ഛൻ ജാമി അവൻ ഈ ഒരു ദ്വീപിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. കാരണം വേറെ ഒന്നല്ല, ഇവർക്ക് ഈ ഒരു സോംബികളെ കൊല്ലുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനു മുന്നേ ഒരു സോംബിയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം അതിനെ അമ്പ് ചെയ്ത് കൊല്ലണം എന്നുള്ള ട്രെയിനിങ് എല്ലാം ഇതിനു മുന്നേ ഇവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലൈവായിട്ട് ഈ ഒരു സോംബിയെ യഥാർത്ഥമായിട്ട് കൊല്ലണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സ്പൈക്കിലെ ജാമി ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്നത്.
അങ്ങനെ ഇവർ രണ്ടുപേരും രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായിട്ട് ആഹാരമെല്ലാം കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്പൈക്കിന്റെ അമ്മ മുകളിൽ നിന്ന് കണ്ണു തുറക്കുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ ജാമി പെട്ടെന്ന് മുകളിലേക്ക് പോയിട്ട് അവരെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ സ്പൈക്ക് മുകളിലേക്ക് കയറി വന്ന ആ ഒരു റൂമിലേക്ക് കയറുമ്പോൾ എന്താന്ന് വെച്ചാൽ സ്പൈക്കിന്റെ അമ്മ അതിലേക്ക് എന്തോ ഒരു അസുഖമുണ്ട്. പക്ഷെ ആ ഒരു അസുഖം എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. കാരണം ഈ ഒരു ദ്വീപിൽ ഒരു ഡോക്ടർ ഇല്ല. അതുകൊണ്ട് തന്നെ അയിലയുടെ ആ ഒരു അസുഖം എന്താണെന്ന് ഇവർക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല. അതിലേക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ മറവിയെല്ലാം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സ്പൈക്കിനെ വിളിച്ച് അടുത്തേക്ക് എടുത്തിട്ട് മോനെ നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജാമി പറയും, ഇല്ല, നിനക്കറിയാലോ, ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞിരുന്നു അവൻ ഇന്ന് എന്തായാലും സ്കൂളിൽ പോകുന്നില്ല, പകരം എന്നോടൊപ്പം അവൻ പുറത്തേക്ക് വരാൻ പോവാണ്. അപ്പൊ അയില വെട്ടുന്ന എന്ത് പുറത്തേക്കോ? അതെ, അവൻ ആദ്യമായിട്ട് ഈ ഒരു ദ്വീപിന് പുറത്തേക്ക് പോകാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അയില ഒരിക്കലും അതിന് സമ്മതിക്കാതെ പെട്ടെന്ന് ജാമിയെ വഴക്ക് പറഞ്ഞ് ഒരുപാട് തെറിയെല്ലാം ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ജാമി എന്തായാലും അറിയാലോ അവൾക്ക് അസുഖമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ആ ഒരു റൂമിൽ നിന്ന് ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ സ്പൈക്കിനാണെങ്കിൽ അവന്റെ അമ്മയെ അത്രയും ഇഷ്ടമാണ്. അങ്ങനെ രണ്ടുപേരും ആ ഒരു അമ്പുമില്ലെല്ലാം എടുത്ത് ഇവരുടെ ആ ഒരു നഗരത്തിലൂടെ ഇവർ വെളിയിലേക്ക് നടന്നു പോകുമ്പോൾ നാട്ടുകാരെല്ലാവരും നമ്മുടെ സ്പൈക്കിനെ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം അവൻ ആദ്യമായിട്ടാണല്ലോ വെളിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു സപ്പോർട്ട് എല്ലാം കൊടുത്തിട്ടാണ് അവനെ വെളിയിലേക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെ രണ്ടുപേരും ആ ഒരു ഗേറ്റിനടുത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു സ്ത്രീയുണ്ട്. അവരിപ്പോൾ സ്പൈക്കിനോട് പറയും, സ്പൈക്ക്, ഇവിടെയുള്ള നിയമങ്ങളെല്ലാം നിനക്കറിയാലോ, നിനക്ക് പുറത്തു പോവാം, അതേപോലെ തന്നെ തിരിച്ചു വരാം. പിന്നെ പോയിട്ട് നീ തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ കണ്ടുപിടിക്കാനായിട്ട് ഇവിടുന്ന് ആരും വരത്തില്ല. അതുപോലെ മുൻകാലങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ട ആളുകൾ അവർക്ക് വേണ്ടിയുള്ള ഓർമ്മയാണിത് എന്ന് പറഞ്ഞൊരു സൈഡ് കാണിക്കുമ്പോൾ ഒരുപാട് പേര് വെളിയിൽ പോയിട്ട് ഇതുപോലെ മരിച്ചിട്ടുണ്ട്. അതുമല്ല മനസ്സത്രയും കഠിനമാക്കി വെച്ചേക്കണം എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ സ്പൈക്ക് അതേ ജെന്നി എന്നിങ്ങനെ പറയുന്നതും അവർ ആ ഒരു പ്രധാന ഗേറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഇവര് രണ്ടുപേരും അതിന് വെളിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കടൽ ഭാഗം ഉണ്ടെന്ന്, അതിന് നടുവിലൂടെയുള്ള ഒരു വഴിയുണ്ട്. അതുവഴിയാണ് ആ ഒരു ക്വാറന്റീൻ ആയിട്ടുള്ള ഈ ഒരു സോംബികളുള്ള ആ ഒരു ദ്വീപിലേക്ക് പോകേണ്ടത്. അങ്ങനെ ആ ഒരു വഴിയെ നടന്ന് ഇവർ രണ്ടുപേരും ഇങ്ങനെ പോകുമ്പോൾ ഇവർ പോകുന്ന ഈ ഒരു വഴിക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതൊരു കടൽ ഭാഗം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വേലിയേറ്റം വേലിയിറക്കം ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇവിടെ വെള്ളം കൊണ്ട് ഈ ഒരു വഴി അങ്ങ് മൂടും. അതേപോലെ തന്നെ 4 ദിവസം കഴിഞ്ഞ് വീണ്ടും അതേപോലെ തന്നെ വെള്ളം തിരിച്ചിറങ്ങും. അപ്പൊ അതിനു മുന്നേ ഇവർക്ക് എന്തായാലും പോയിട്ട് തിരിച്ചു വരണം. ആ ഒരു രീതിയിലാണ് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ അവിടേക്ക് പോകുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു ദ്വീപിനകത്തെ കാടിനുള്ളിലേക്ക് വന്നിട്ട് ആദ്യം നല്ലതുപോലെ തന്നെ നിരീക്ഷിക്കും എവിടെയെങ്കിലും സോംബികളുണ്ടോ ഇല്ലയെന്ന്. നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അങ്ങനെ ജാമി അവനെ വിളിച്ച് നേരെ അടുത്തുള്ള ആ ഒരു കാടിനകത്തേക്ക് കയറും. അപ്പോൾ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു സോംബികളെ എങ്ങനെയൊക്കെയാണ് ഇവോൾവ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പല രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സോംബികള് ഇത്രയും വർഷം ഇവോൾവായി അവസാനം ഈ ഒരു സോംബികളുടെ കൂട്ടം അല്ലെങ്കിൽ സോംബികൾക്ക് ഒരു കുടുംബം പോലെ തന്നെ അത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു കുടുംബത്തിലെ ഒരു പ്രധാന സോംബി, അതിനൊരു ഭാര്യ, കുട്ടികള്, ഇങ്ങനെയെല്ലാം ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് ഈ ഒരു സോംബികൾ ഈ ഒരു കാടിനുള്ളിൽ ജീവിക്കുന്നത്. അങ്ങനെ ഇവര് രണ്ടുപേരും കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കും ഒരു സോംബി ഈ ഒരു കാടിനുള്ളിലൂടെ ഇഴഞ്ഞിങ്ങനെ പോകുന്നു. അതിന് വലിയ വേഗതയില്ല, കാരണം അത് നല്ല തടിച്ച ശരീരമുള്ള ഒരു സോംബിയാണ്. അതിപ്പോ ആഹാരം തേടി ഈ ഒരു മണ്ണിനടിയിലുള്ള പുഴു ഇതിനെയൊക്കെയാണ് തിന്നുന്നത്. അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് അത് പോകുമ്പോൾ ജാമി സ്പൈക്കിനോട് പറയുന്നുണ്ട്, ഓക്കെ, അതിനെയാണ് നീ ആദ്യം കൊല്ലേണ്ടത്, അറിയാലോ, ഒന്നുകിൽ കഴുത്തില് അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ നെഞ്ചില്. പേടിക്കാതെ ചെയ്യാനായിട്ട് പറയുന്നത് നമ്മുടെ സ്പൈക്ക് പെട്ടെന്ന് ഒരു അമ്പെടുത്ത് വെച്ച് എയിം ചെയ്തിങ്ങനെ നിൽക്കാണ്. അതേസമയം ഇവർ കാണാത്ത മറ്റൊരു കാര്യം, ഇവരുടെ പിറകെ തന്നെ ഒരു സ്ത്രീ ആയിട്ടുള്ള സോംബി ഇഴഞ്ഞിഴഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം അവർ കാണുന്നില്ല. അങ്ങനെ നമ്മുടെ സ്പൈക്ക് എന്താ ചെയ്യുന്നത് വെച്ചാല് ആ ഒരു സോംബിയെ എയിം ചെയ്ത് അതിന്റെ കഴുത്തിലേക്ക് അമ്പ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു സോംബി പെട്ടെന്ന് എഴുന്നേറ്റ് അതിന്റെ കഴുത്തിൽ നിന്ന് ഒരുപാട് രക്തം പോയി അത് താഴേക്ക് വീഴുന്നതും ഇത് കരയുന്ന ആ ഒരു ശബ്ദം കേട്ട് പുറകിലുള്ള ആ ഒരു സ്ത്രീ ആയിട്ടുള്ള സോംബി ഉണ്ടല്ലോ അത് എഴുന്നേറ്റ് ഇവരുടെ അടുത്തേക്ക് വരുന്നതും ഇത് നമ്മുടെ ജാമി കണ്ട ആ ഒരു സോംബിയെ അമ്പ് ചെയ്ത് കൊല്ലുന്നു. അതേപോലെ തന്നെ ഈ ഒരു സോംബിയുടെ ഒരു മകനാണോ എന്നറിയത്തില്ല, പക്ഷെ മറ്റൊരു ചെറിയ സോംബി അവിടെ ഉണ്ട്. അത് കണ്ട് ഓടി വരുമ്പോഴത്തേക്കും അതിനെ ഇവർ രണ്ടുപേരും ഈ അമ്പ ചെയ്തങ്ങ് കൊല്ലാണ്. കാണിക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് മറ്റൊരു ചെറിയ സോംബി, അതൊരു പെൺകുട്ടിയാണ്. അപ്പൊ അതിനെ നമ്മുടെ ജാമി അമ്പ ചെയ്ത് കൊല്ലാനായിട്ട് വരുമ്പോൾ സ്പൈക്ക് വിടുന്ന തടയും. ഇല്ല വേണ്ടാച്ചാന്ന് പറയുന്നതും ആ ഒരു സോംബി അവിടെ നിന്ന് ഓടിപ്പോവാണ് പേടിച്ചിട്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു സോംബിയിൽ എത്രത്തോളം ഇവോൾവ് ആയെന്ന്. കാരണം സാധാരണ ഒരു സോംബി ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാല് ഇങ്ങനെ പേടിച്ചോടുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ നോക്കി ഇങ്ങനെ നിൽക്കത്തൊന്നുമില്ല. പക്ഷെ ഇതങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സോംബികൾക്ക് അല്ലെങ്കിൽ ആ ഒരു വൈറസിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള സോംബികളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ലോജിക്കെല്ലാം മാറ്റി വെച്ച് ഇവർ മൂവി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അത് മാത്രം നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മതി. അങ്ങനെ ഈ ഒരു സോംബികളെ കൊന്ന ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ സ്പൈക്കിന് നല്ല സന്തോഷമായിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്നും ഈ ഒരു ദ്വീപിന്റെ കുറച്ചുകൂടി ഉള്ളിലേക്ക് കാടുകളിലേക്ക് നടന്നു പോവാണ്. അങ്ങനെ കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കും ഒരു വലിയ പുൽ മൈതാനമുണ്ട്. അതിന് നടുവിലൂടെ ഒരുപാട് മൃഗങ്ങള് കൂട്ടമായിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നു. അപ്പൊ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഈ ഒരു സോംബികള് മൃഗങ്ങളെ മാത്രം ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അതെല്ലാം കണ്ട് അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അടുത്തൊരു പഴയ വീടുണ്ട്, ആ ഒരു വീടിനകത്തേക്ക് കയറും. അതിനകത്തേക്ക് കയറി നോക്കുമ്പോൾ അതിനകത്ത് വേറെ സോംബികളൊന്നും കാണുന്നില്ല. അങ്ങനെ ഈ ഒരു വീടിന്റെ ഓരോ മുറികളിലൂടെ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മുറിയിൽ ആരെ ഒരാളിങ്ങനെ കെട്ടിയിട്ടേക്കുന്നു. ഒരു കാക്ക വന്ന് അയാളുടെ ദേഹത്ത് നിന്നും മാംസം എല്ലാം കൊത്തി വലിക്കുന്നുണ്ട്.
അപ്പോൾ ജാമി സ്പൈക്കിനെ വിളിച്ചിട്ട് സ്പൈക്ക് ഇവിടേക്ക് വാന്നും പറഞ്ഞ് ഇപ്പൊ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അയാള് അനങ്ങാതെ കിടക്കാണ്. അപ്പോൾ സ്പൈക്ക് ഇത് കണ്ട് പേടിക്കുമ്പോൾ ജാമി പറയുന്നുണ്ട്, പേടിക്കരുത് സ്പൈക്ക്, ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ അയാൾ അനങ്ങുന്നു. എന്താന്ന് വെച്ചാൽ അയാളും ഒരു സോംബിയാണ്. അപ്പോൾ ജാമി പറയും, ശരി സ്പൈക്ക്, നീയാണ് ഇവനെ കൊല്ലേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവനെ അടുത്തേക്ക് നിർത്തുമ്പോൾ സ്പൈക്കിനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴേക്കും അവിടെ കിടക്കുന്ന ആ ഒരു സോംബി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അനങ്ങാൻ തുടങ്ങും. അനങ്ങി ഈ ഒരു കെട്ട് പൊട്ടാറായി. അപ്പോഴും നമ്മുടെ ജാമി പറയുന്നുണ്ട് സ്പൈക്ക് അതിനെ കൊല്ലാൻ പറയുമ്പോൾ അവൻ പേടിച്ചോടിച്ചിന് നിൽക്കല്ലേ, പെട്ടെന്ന് ഈ ഒരു സോംബിയുടെ കെട്ട് പൊട്ടിയത് താഴേക്ക് വീണ് ആ ഒരു സോംബി ഇപ്പൊ എഴുന്നേറ്റ് വരുന്നത് നമ്മുടെ സ്പൈക്ക് പെട്ടെന്ന് അതിന്റെ തലയിലേക്ക് അമ്പ് ചെയ്ത് ആ ഒരു സോംബി അവിടെ വെച്ച് കൊല്ലുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് സ്പൈക്ക് ആകെ വിഷമത്തിലാണ് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ അവര് രണ്ടുപേരും അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വീണ്ടും ഈ ഒരു കാടിനുള്ളിലൂടെ കുറെ ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്കും അവിടെ പല ഭാഗങ്ങളിലായിട്ട് ഈ രക്തം പറ്റിയിരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് നമ്മുടെ സ്പൈക്ക് നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ മരത്തിന്റെ മുകളിൽ ഈ ഒരു സോംബികൾ കൊന്ന ഒരു വലിയ കാട്ടുപോത്തുണ്ട്. അതിന്റെ തല ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നു. അപ്പൊ ഇത്രയും ഉയരത്തിൽ ആ ഒരു തല എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അത് സാധാരണ ഒരു സോംബി അല്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അപ്പോൾ സ്പൈക്ക് ചോദിക്കും, അല്ല ചെയ്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ജാമി പറയും, അത് ആൽഫയാണ് ചെയ്തത്. എന്ത്? അതെ, ഈ ഒരു സോംബികളുടെ നേതാവായിട്ടുള്ളൊരു സോംബി ഉണ്ട്, അതിനെ ആൽഫ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു സോംബിയുടെ പുറകെ ആയിരിക്കും ബാക്കിയുള്ളതെല്ലാം. അപ്പൊ ഇതുകൂടി കാണുന്നതും ആ ഒരു ആൽഫ എവിടെയെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ജാമി സ്പൈക്കിനെ വിളിച്ചിങ്ങനെ നടന്നു വരുമ്പോൾ സ്പൈക്ക് സംസാരിക്കും. അപ്പോൾ ജാമി പറയുന്നുണ്ട്, ഇല്ല സ്പൈക്ക് സംസാരിക്കാതെ ചുറ്റിനും നോക്കിയിട്ട് വാന്നും പറഞ്ഞ് ഇവർ ആ ഒരു കാടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയും കുറച്ച് പുൽ മൈതാനം പോലെ ഒരു സ്ഥലമാണ്. ഓക്കെ, ഇവിടെ ഒന്നുമില്ലാന്ന് പറഞ്ഞ് രണ്ടുപേരും കുറച്ച് മുന്നിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് ഒരു വലിയ മരമുണ്ട് കുറച്ച് ദൂരെയായിട്ട്. അതിനടുത്തായിട്ട് ഒരു സോംബി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ജാമി പറയും, സ്പൈക്ക് അനങ്ങാതെ തന്നെ നിൽക്ക്, അവര് പോകുന്നത് വരെ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാന്ന് പറയുമ്പോൾ കാണിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല, ഇവർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആൽഫ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സോംബി, അതാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരുപാട് സോംബികളുണ്ട്. ഇതെല്ലാം കൂടി അവിടേക്ക് വന്നിട്ട് ഇപ്പൊ ഇവരെ രണ്ടുപേരും അത് കാണുന്നതും ജാമി പറയും, സ്പൈക്ക് ഓടിക്കോ, ഒരിടത്ത് നിൽക്കരുതെന്നും പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് ഓടുന്നതും ആ ഒരു ആൽഫ എന്ന് പറയുന്ന സോംബി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള സോംബികൾ ഇവരെ കൊല്ലാൻ വേണ്ടി ഇവരുടെ പുറകെ തന്നെ വരുന്നു. അങ്ങനെ രണ്ടുപേരും ആ ഒരു മൈതാന ഭാഗത്ത് നിന്ന് ഓടിയിട്ട് ഈ ഒരു കാടിനുള്ളിലേക്കാണ് ഓടിക്കയറുന്നത്. ഈ ഒരു സോംബികൾ പുറകെ തന്നെ ഉണ്ടല്ലോ. കുറെ ദൂരം ഓടിച്ചെന്ന് ഒരിടത്തേക്ക് നിന്ന് ജാമി പറയും, ഓക്കെ ഇത്തവണ തിരിഞ്ഞെന്ന് പതിയെ ശ്വാസം എടുത്ത് ഓരോന്നായിട്ട് അമ്പ് ചെയ്ത് കൊല്ലി, എന്നിട്ട് നമുക്ക് ബാക്കി ഓടാന്ന് പറഞ്ഞ് നമ്മുടെ ജാമി ഒരു സോംബി അമ്പ് ചെയ്ത് കൊല്ലും. പക്ഷേ സ്പൈക്കിനെ കൊണ്ടത് കഴിയുന്നില്ല. അവര് പേടി കാരണം ചിലത് കൊള്ളുന്നുണ്ട്, ചിലത് കാലിലാണ് കൊള്ളുന്നത്. ഈ ഒരു സോംബികളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിന്റെ നെഞ്ചില്, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ തലയില്, ഇങ്ങനെ വേണം അമ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒന്ന് രണ്ട് സോംബികളെ കൊന്ന് ഇവർ വീണ്ടും മുന്നിലേക്ക് ഓടും. കുറെ ദൂരം ചെന്നിട്ട് വീണ്ടും ഇതുപോലെ സോംബികളെ കൊല്ലുന്നു. ആ ഒരു രീതിയിൽ ഓടി അവസാനം രണ്ടുപേരും ഒരു വീടിനകത്തേക്ക് കയറുമ്പോൾ അവിടെ ഈ ഒരു സോംബികൾ കയറി വരുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ജാമി ഒന്ന് രണ്ട് സോംബികളെ കൊന്ന് ഇപ്പൊ ഈ ഒരു വീടിന്റെ മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും ഈ വീടിന്റെ മേൽക്കൂര ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതുവഴി നമ്മുടെ സ്പൈക്കിനെ മുകളിലേക്ക് കയറ്റാൻ വേണ്ടി അവനെ നിൽക്കാണ്. അപ്പോഴേക്കും പെട്ടെന്നൊരു സോംബി താഴെ നിന്നും അകത്തേക്ക് ഓടി കയറുന്നതും നമ്മുടെ ജാമി അവന്റെ കയ്യിൽ അവസാനം ഒരു അമ്പുണ്ടായിരുന്നു, അത് വെച്ച് അതിനെ അമ്പ് ചെയ്ത് കൊന്നിട്ട് ബാക്കിയുള്ള സോംബികൾ മുകളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഇവര് രണ്ടുപേരും എങ്ങനെയെങ്കിലും ആ ഒരു മേൽക്കൂരയിലേക്ക് കയറും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സോംബികൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവര് രണ്ടുപേരെ കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും അതിന് മുകളിൽ തന്നെ നിൽക്കാണ്. കാരണം അവിടെ ആൽഫ എന്ന് പറഞ്ഞ ആ ഒരു സോംബി ഉണ്ടല്ലോ, അതിപ്പോഴും ആ ഒരു സ്ഥലത്ത് നിന്ന് പോയിട്ടില്ല. അത് പോകാതെ ഇവർക്ക് രണ്ടുപേർക്ക് ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാനും കഴിയത്തില്ല. അങ്ങനെ അതുവരെ രണ്ടുപേരും ആ ഒരു മേൽക്കൂരയിൽ തന്നെ കിടക്കാണ്. അപ്പോൾ സ്പൈക്ക് പറയും, അച്ഛ എന്റെ തെറ്റായിരുന്നു, ഞാൻ അതിനെ നല്ലതുപോലെ അമ്പ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഓടേണ്ടി വന്നത് എന്നെല്ലാം പറയുമ്പോൾ ജാമി പറയും, ഇല്ല സ്പൈക്ക്, നീ നല്ലതുപോലെ തന്നെ ചെയ്തു, മറ്റുള്ളവരെക്കാട്ടിലും നല്ല രീതിയിൽ. നീയാണെങ്കിൽ അതിനെ അമ്പ് ചെയ്യാനെങ്കിലും ശ്രമിച്ചു, കാലിലോ എവിടെയെങ്കിലും കൊള്ളട്ടെ. നിന്നെക്കാട്ടി മുതിർന്നവരുണ്ടല്ലോ, അവരിൽ നിന്ന് വിറയ്ക്കുമായിരുന്നു ഈ ഒരു സമയത്തെല്ലാം. അത് വെച്ച് നോക്കുമ്പോൾ നീ നല്ലതുപോലെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും ആ ഒരു മരത്തിനടുത്ത് നോക്കുമ്പോൾ ആൽഫ എന്ന് പറഞ്ഞ ആ ഒരു സോംബി അവിടെ തന്നെ നിൽക്കാണ്. ആൽഫ എന്ന് അതിന്റെ പേരല്ല, ഇവരുടെ ഒരു പേരാണ്. ഈ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പൈക്ക് മറ്റൊരു വശത്തോടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറെ ദൂരെയായിട്ട് കാടിനുള്ളിൽ തീ കത്തുന്നു. അപ്പോൾ സ്പൈക്ക് ജാമിയോട് ചോദിക്കും, അച്ഛാ അതെന്താ, മറ്റൊരു ഗ്രാമമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കറിയത്തില്ല അതെന്താണെന്ന്, ചിലപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടാവാം, എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ നിർത്താതെ അവിടെ തീ കത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നല്ല ഇതിൽ ഉറങ്ങാണ് അടുത്ത ദിവസം ആവാൻ വേണ്ടി. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വീടിനടുത്തൂടെ ആ ഒരു മൃഗങ്ങളുണ്ടല്ലോ ഈ കാടിനുള്ളിലുള്ള, അതെല്ലാം കൂട്ടമായിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നു. അങ്ങനെ ഓടിപ്പോകുമ്പോഴത്തേക്കും ഈ ഒരു വീട് പഴയതായതുകൊണ്ട് തന്നെ നല്ലപോലെ കൊലുങ്ങും. അതുപോലെ ഇതിന്റെ മേൽക്കൂര ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് വീഴാനായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത് നമ്മുടെ ജാമിക്ക് മനസ്സിലായിട്ട് പെട്ടെന്ന് തന്നെ സ്പൈക്കിനെ എഴുന്നേൽപ്പിച്ച് നമുക്ക് താഴേക്ക് പോകാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഒരു മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. അപ്പോഴേക്കും തന്നെ ആ ഒരു വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും പരിക്കില്ലാതെ രണ്ടുപേരും ആ ഒരു വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ കാണിക്കുമ്പോൾ ആ ഒരു മൃഗങ്ങളെല്ലാം അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പോൾ ജാമി പറയും, ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, കാരണം നമ്മുടെ ഈ ഒരു ശബ്ദം കേട്ട് എന്തായാലും ആ ഒരു സോംബികൾ ഇവിടേക്ക് വരുമെന്നും പറഞ്ഞ് വീണ്ടും അവിടെ നിന്ന് ഓടുകയാണ്.
എന്താണെന്ന് വെച്ചാൽ ഇത്തവണ എന്തായാലും അവർ തിരിച്ചു പോകാനായിട്ട് ആ ഒരു കടൽ തീരത്തേക്കാണ് പോകാൻ പോകുന്നത്. പക്ഷേ അവിടെ ഈ ഒരു വേലിയേറ്റം കാരണം വെള്ളം കരയില്ലെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരുപാട് ദൂരം ഇവർ ഓടി വന്നിട്ട് കുറച്ച് ഉയരമുള്ളൊരു ഭാഗത്തേക്ക് വന്ന് ആ ഒരു കടൽ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവർ പോകേണ്ട ആ ഒരു വഴിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷെ അധികമല്ല, എന്തായാലും അതിലെ നടന്നു പോകാൻ കഴിയും. അങ്ങനെ ജാമിയും സ്പൈക്കും ഓടി ആ ഒരു വഴിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ വെള്ളത്തിലൂടെ നടന്നു പോവാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇവരുടെ പിറകെ ആ ഒരു സോംബി വരത്തില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഇവർ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നടന്നു പോകുന്നത്. സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്പൈക്ക് ആദ്യമായിട്ടാണല്ലോ ഇതിന് വെളിയിലേക്ക് വരുന്നത്. അതുമല്ല ഒരു സോംബിയെ കൊല്ലുകയും കൂടി ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേക്കും പുറകിൽ കാണിക്കുമ്പോൾ ആൽഫ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സോംബി ഉണ്ടല്ലോ, അത് ഇവരുടെ പിറകെ തന്നെ വരുന്നുണ്ട്. ഇവർ പോകുന്ന ആ ഒരു വഴി അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു വഴിയുടെ പകുതി എത്തുമ്പോഴത്തേക്കും ഈ ഒരു സോംബിയും ഇവരുടെ പിറകെ തന്നെ ഓടി വരും. പക്ഷെ അത് അവർ കാണത്തില്ല. അങ്ങനെ ഇവരോരോ കാര്യങ്ങൾ സംസാരിച്ചിങ്ങനെ വരുന്നതും ഈ ഒരു സോംബി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓടുമ്പോഴത്തേക്കാണ് ഇവരെന്തോ ഒരു സംശയക്കാരനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു സോംബി അവരുടെ അടുത്തേക്ക് വരുന്നു. ഇത് കാണുമ്പോൾ ജാമി സ്പൈക്കിനോട് പറയും, സ്പൈക്ക് ഓടിക്കോന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നല്ല വേഗത്തിൽ ഇങ്ങനെ ഓടാൻ തുടങ്ങും. അങ്ങനെ ഓടി വരുമ്പോൾ നമ്മുടെ സ്പൈക്ക് പെടുന്ന താഴേക്ക് വീഴുന്നുണ്ട്. സത്യം പറയാലോ, ഈ ഒരു സീനിൽ ആ ഒരു സോംബി ഇവരെ പിടിച്ചില്ല എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ വീണ്ടും സ്പൈക്കിനെ എഴുന്നേൽപ്പിച്ച് ആ ഒരു ഗേറ്റിനടുത്തുള്ള ആളുകളെ ഇങ്ങനെ വിളിക്കുകയാണ്. അവരാണെങ്കിൽ നല്ല ഉറക്കം. അങ്ങനെ ഇവർ രണ്ടുപേരും ഓടി അവസാനം ജാമി ഇപ്പോൾ ഒരു വിസിലെടുത്ത് ഇങ്ങനെ ഊതുമ്പോഴത്തേക്കും ഈ ഒരു ശബ്ദം കേട്ട് അവരങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇവർ വിളിച്ച് പറയുന്നുണ്ട്, ആൽഫ അത് നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട് എന്ന് അലറി വിളിച്ചിങ്ങനെ പറയുന്നതും അവരെന്താ ചെയ്യുന്ന വെച്ചാലേ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഇപ്പൊ ആ ഒരു ആൽഫയെ കൊല്ലാൻ വേണ്ടി അമ്പ് ചെയ്യാണ്. അങ്ങനെ അമ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ആൽഫയുടെ ദേഹത്ത് കൊള്ളുന്നുണ്ട്. പക്ഷേ അതിനൊരു കുഴപ്പം സംഭവിക്കുന്നില്ല. അത് വീണ്ടും മുന്നിലേക്ക് തന്നെ ഓടി വരുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും ഓടി ആ ഒരു ഡോറിനടുത്തേക്ക് വന്നിട്ട് അതിനകത്തൊരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ഡോർ തുറക്കാൻ പറയും. പക്ഷെ ഇവര് വിചാരിക്കും നമ്മുടെ ജാമിക്ക് സ്പൈക്കിനെയും ആ ഒരു സോംബി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, ഇവരെയും ആ ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവർ വെയിറ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ജാമി അറിയില്ല, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഇതേ നോക്ക്, ഞങ്ങളുടെ കണ്ണ് നോക്കുന്നെല്ലാം പറഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് അവസാനം ഇവർ ആ ഒരു ഡോർ തുറക്കുന്നത്. അപ്പോഴേക്കും തന്നെ ഇവരെന്താ ചെയ്യുന്ന വെച്ചാല് ഒരു തീ പിടിച്ച വലിയൊരു കുന്തമുണ്ട്, അതെടുത്ത് ഈ ഒരു സോംബിയുടെ ദേഹത്തേക്ക് എറിയുന്നതും ആ ഒരു സോംബി അവിടെ മരിച്ചു വീഴാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറിയതിന് ശേഷം ആകെ സമാധാനമായിട്ട് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ജാമി അതേപോലെ തന്നെ സ്പൈക്കിനെയും കൊണ്ട് അവിടെയുള്ള ഒരു ബാറിനകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള എല്ലാ ആളുകളോടും ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. ഞാൻ ഇത്ര പേരെ കൊന്നു, സ്പൈക്ക് ഇതുപോലെ ഒരു സോംബിയെ കൊന്നു എന്നുള്ള കാര്യങ്ങളിലെ ഇവർ അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും ഇവരോട് പറയപ്പോൾ അതെല്ലാം കേട്ടിട്ട് അവിടെയുള്ളവർ സന്തോഷിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്പൈക്ക് ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവരും സ്പൈക്കിനെ പൊക്കിയെടുത്ത് നല്ല ഇതിൽ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ ഇവിടെ ജാമി ഉണ്ടല്ലോ, അവന് മറ്റൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. കാരണം അവന്റെ ഭാര്യ വയ്യാണ്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അവന് മറ്റൊരു പെണ്ണുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. ആ ഒരു കാര്യം നമ്മുടെ സ്പൈക്ക് ഇപ്പോഴാണ് കാണുന്നത്. അങ്ങനെ ഈ ഒരു പാർട്ടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സ്പൈക്ക് വെളിയിലേക്ക് ഇറങ്ങുന്നതും അടുത്ത എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ ആ ഒരു വശത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന്റെ അച്ഛൻ ജാമിയും അതേപോലെ തന്നെ അവൻ സ്നേഹിക്കുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന ആ ഒരു കാര്യം നമ്മുടെ സ്പൈക്ക് കാണും. അപ്പൊ ഇത് കണ്ട് നമ്മുടെ സ്പൈക്കിന് സഹിക്കാൻ കഴിയാതെ അവൻ അവിടെ നിന്ന് ഓടി ഒരു മുത്തശ്ശന്റെ അടുത്തേക്ക് വരും. അങ്ങനെ അയാളോട് ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് സ്പൈക്ക് അവൻ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു മുത്തശ്ശനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇവരെ രണ്ടുപേരും ആ ഒരു ദ്വീപിലേക്ക് പോയി സോംബികളെ കൊന്നല്ലോ, ആ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു മുത്തശ്ശനോട് പറഞ്ഞിട്ട് ഇതേപോലെ ആ ഒരു കാടിനുള്ളിൽ തീ കത്തി നിൽക്കുന്നതായിട്ടൊരു കാര്യം അവൻ കണ്ടു എന്ന് പറയും. അതെന്തുകൊണ്ടാ, അവിടെ വേറെ ഏതെങ്കിലും ഗ്രാമം ഉള്ളത് കൊണ്ടാണോ, അതോ മനുഷ്യരാരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഈ ഒരു അപ്പുവാൻ പറയും, ഓ അങ്ങനെ ഒരാളെ കണ്ടു, അതെന്തായാലും കെൽസൺ ആയിരിക്കും എന്ന് പറയുമ്പോൾ അല്ല കെൽസനോ, അതാരാ? അതെ, ഒരു ഡോക്ടർ, അയാളൊരു ഡോക്ടറായിരുന്നു. ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുന്നെയാണ് അവൻ ആ ഒരു കാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത്. അവൻ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ അവൻ ആ ഒരു സമയത്ത് ഒരു ഡോക്ടറായിരുന്നു. ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല എന്നുള്ള കാര്യം നമ്മുടെ സ്പൈക്കിനോട് പറയുന്നതും ഇവിടെയാണ് നമ്മുടെ സ്പൈക്കിന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ഈ ഒരു ദ്വീപും ഈ ഒരു ഗ്രാമവും മാത്രമല്ല, ഇതിന് വെളിയിലും മറ്റു ലോകമുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ സ്പൈക്ക് മനസ്സിലാക്കും. കാരണം ഇത്രയും കാലം അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നെന്നുള്ള കാര്യം പോലും അവന്റെ അച്ഛൻ ഒരിക്കലും അവനോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ അവൻ ഈ ഒരു മുത്തശ്ശനോട് പറയും, ശരി എന്റെ അമ്മയുടെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് സ്പൈക്ക് നേരെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കാണ് ജാമി പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്നത്. എന്നിട്ട് ഇവരുടെ നടുവിലേക്ക് കിടന്ന്, ഹേയ് സ്പൈക്ക്, നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നോ, നല്ല രസമായിരുന്നല്ലോ അവിടെ എന്നെല്ലാം പറയുമ്പോൾ സ്പൈക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് താഴേക്ക് പോകും. അപ്പോൾ ജാമി പറയും, ശരി ഞാൻ എന്തായാലും ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അവൻ കിച്ചണിലേക്ക് വന്ന് ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സ്പൈക്ക് ചോദിക്കുന്നത്, ആ ഒരു കാടിനുള്ളിൽ നമ്മളൊരു തീ കണ്ടില്ലേ, അത് കെസ്ലർ എന്ന് പറഞ്ഞ ഒരാളാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു, അയാളൊരു ഡോക്ടറാണോ എന്ന് ചോദിക്കുമ്പോൾ ജാമി പറയും, ഓ അപ്പൊ അയാള് ഈ ഒരു കാര്യം നിന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ കെൽസൺ ഒരു ഭ്രാന്തനാണ്, അല്ലാതെ ഒരു ഡോക്ടറൊന്നുമല്ല. പണ്ടേ കണ്ട അയാൾ ഡോക്ടർ ആയിരുന്നെന്ന് പറയുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അയാൾ വിചിത്രമായിട്ടുള്ള വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരും എന്നെല്ലാം പറയുമ്പോഴത്തേക്കും സ്പൈക്ക് ചോദിക്കും, അല്ലച്ചാ അമ്മയ്ക്ക് എന്താ അസുഖം? അപ്പോൾ ജാമി പറയും, അതെനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, എന്തോ ഒരു അസുഖമുണ്ട്, ഇവിടെയാണെങ്കിൽ പ്രത്യേക ഒരു ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയും.
അപ്പോൾ കെൽസൺ എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടറിന് അമ്മയെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ജാമി പറയും, അതൊരിക്കലും കഴിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ അയാളൊരു ഭ്രാന്തനാണെന്ന്. അതുമല്ല, ഞങ്ങളൊരു ദിവസം അയാളുടെ അടുത്തേക്ക് ചെന്നിരുന്നു അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ട കാര്യം എന്താണെന്നറിയോ? അയാൾ തീ കൂട്ടിയിട്ട് ആ ഒരു തീയിലിട്ട് കത്തിക്കാനായിട്ട് ഒരുപാട് പേരുടെ ശവശരീരം വരി വരിയായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരുന്നു. അത് സ്ത്രീകളുടെ, കുട്ടികളുടെ, പുരുഷന്മാരുടെ എല്ലാവരുടെയും ശരീരം. അതാണ് അയാൾ ആ ഒരു തീയിലിട്ട് കത്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഞങ്ങളെ കണ്ടതിന് ശേഷം അയാൾ ഞങ്ങളെ അടുത്തേക്ക് വിളിച്ചു. പക്ഷെ ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ജാമി തിരിയുമ്പോൾ സ്പൈക്ക് ചോദിക്കും, അല്ല അമ്മ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, എന്തു പറ്റി നീ അങ്ങനെ ചോദിക്കാനായിട്ട്? ഇല്ല, അമ്മ പതിയെ പതിയെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റോസിയോടൊപ്പം പോവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജാമി പെട്ടെന്ന്, സ്പൈക്ക് സൂക്ഷിച്ച് സംസാരിക്കേ. അപ്പോൾ വീണ്ടും സ്പൈക്ക് അതിനെപ്പറ്റി സംസാരിക്കുന്നതും ജാമി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സ്പൈക്കിനെ ഒരു ഒറ്റയടി, എന്നിട്ട് അവൻ അടിച്ചതും പ്രതീക്ഷിക്കാതെയാണ്. അതുകൊണ്ട് തന്നെ അവൻ വല്ലാണ്ടായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സ്പൈക്ക് പെട്ടെന്ന് മുകളിലേക്ക് ഓടിപ്പോവും. എന്നിട്ട് അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ അവൾക്കാണെങ്കിൽ തലവേദന എടുത്ത് ആ ഒരു വേദന കാരണം ഇങ്ങനെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജാമി നേരെ മുകളിലേക്ക് വരുന്നതും സ്പൈക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ജാമിയെ തള്ളി പുറത്തേക്കാക്കിയിട്ട് ഒരു കത്തി വെച്ച് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് അവൻ ആ ഒരു പേടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ജാമി ആ ഒരു കത്തി അങ്ങ് വാങ്ങും. കാരണം ഇപ്പം ഇവിടെ നമ്മുടെ സ്പൈക്ക് വിചാരിക്കുന്നത് അവൻ്റെ അച്ഛൻ ഒരിക്കലും ഇവരെ സഹായിക്കത്തില്ല എന്നാണ്. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ നമ്മുടെ ജാമി അവിടെ 2 ഇടി ഇടിച്ചിട്ട് അവൻ നേരെ താഴേക്ക് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ സ്പൈക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ ഗ്രാമത്തിലുള്ള ആ ഒരു വലിയ ഗേറ്റ് ഉണ്ടല്ലോ, അതിനടുത്തുള്ള ആളുകളെല്ലാം മാറ്റാൻ വേണ്ടി അവൻ ഇതിനടുത്തുള്ളൊരു ഷെഡിന് തീയിടും. എന്നിട്ട് ഓടി അവിടേക്ക് ചെന്നിട്ട് അവിടെ തീ പിടിച്ചു, നിങ്ങളെല്ലാവരും അവിടേക്ക് ചെല്ലണമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. പെട്ടെന്ന് ചെല്ലാൻ പറയുമ്പോൾ അവർ പറയും, ഇല്ലില്ല, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ആര് നോക്കും, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ സ്പൈക്ക് പറയും, ഇല്ല അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലി എന്നിങ്ങനെ പറയുമ്പോൾ ഇവരത് വിശ്വസിച്ചിട്ട് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഓടി ഇങ്ങനെ പോകുന്നതും സ്പൈക്ക് ഓടി ചെന്നിട്ട് ആ ഒരു വലിയ ഡോർ ഉണ്ടല്ലോ അതങ്ങ് തുറക്കുകയാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവരാരും അറിയാതെ അവൻ്റെ അമ്മ ഐലേനെ കൂട്ടി ആ ഒരു ഗേറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്വാറന്റൈൻ ആയിട്ടുള്ള ആ ഒരു കാട്ടിലേക്ക് പോവാണ്. അവിടെ സോംബികളുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അവൻ്റെ അമ്മയുടെ അസുഖം മാറ്റാൻ വേണ്ടി ആ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് അവൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഐലയും കൊണ്ട് ഒരുപാട് ദൂരം നടന്ന് ആ ഒരു ദ്വീപിലെ ഒരു ഉയരമുള്ള ഭാഗത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കാണ് ഐലയ്ക്ക് ഇപ്പോൾ ആ ഒരു കാര്യം ഓർമ്മ വരുന്നത്. അവൾ മെയിൻ ലാൻഡിലാണ് ഉള്ളതെന്ന്. കാരണം ഈ ഒരു സ്ഥലത്തെ മെയിൻ ലാൻഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവൾ പറയും, അല്ല സ്പൈക്ക്, നമ്മളിപ്പോൾ മെയിൻ ലാൻഡിലാണോ? ഇത് ഭയങ്കര അപകടമാണ്. ഇവിടെയാണ് ആ ഒരു അസുഖം ബാധിച്ച മനുഷ്യരുള്ളത്. നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോവാം. നീ എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നേ എന്നെല്ലാം ചോദിക്കുമ്പോൾ സ്പൈക്ക് പറയും, ഇല്ലമ്മ കുഴപ്പമൊന്നുമില്ല, ഞാൻ അമ്മയെ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം അമ്മയുടെ അസുഖം എനിക്ക് മാറ്റണം എന്ന് പറയുമ്പോൾ തന്നെ അവളുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ട്. അങ്ങനെ അത് തുളച്ച് കളഞ്ഞിട്ട് അമ്മയെ ഞാൻ സേഫായിട്ട് അവിടേക്ക് കൊണ്ടുപോകും എന്നും പറഞ്ഞ് ഡോക്ടറായിട്ടുള്ള കെൽസൺ ഉണ്ടല്ലോ അയാളുള്ള ആ ഒരു സ്ഥലത്തേക്ക് നടന്നു പോവാണ്. കുറച്ച് ദൂരം ഒന്നല്ല, ഒരുപാട് ദൂരം നടക്കണം. അങ്ങനെ ഒരുപാട് ദൂരം ഇവർ യാത്ര ചെയ്ത അവസാനം ഒരു പഴയ കെട്ടിടത്തിനടുത്തേക്ക് വന്നിട്ട് അന്ന് രാത്രി അവിടെ റെസ്റ്റ് എടുക്കണം. തീയെല്ലാം കൂട്ടിയിട്ട് അവിടെ തന്നെ കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ കുറേ നേരം കിടന്നുറങ്ങുമ്പോൾ അയില അവനോട് എന്തോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം സംസാരിച്ച് സ്പൈക്ക് അമ്മ എന്തായാലും കിടന്ന് ഉറങ്ങണം, ഞാൻ എന്തായാലും കാവലിരിക്കാന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മ കിടന്ന് ഉറങ്ങുമ്പോൾ അവനിപ്പോൾ കാവലിനായിട്ട് ഒരിടത്തേക്ക് വന്നിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിരുന്ന അവസാനം അവൻ അങ്ങ് ഉറങ്ങിപ്പോവും. ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ ഇവൻ്റെ അടുത്തേക്ക് ഒരു സോംബി ഇഴഞ്ഞിഴഞ്ഞിങ്ങനെ വരുന്നു. ഈ ഒരു കാര്യം അവൻ അറിയുന്നത് പോലുമില്ല. അങ്ങനെ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു സോംബി ഇപ്പോൾ അവൻ്റെ ദേഹത്തുള്ള ആ ഒരു തുണി ഇങ്ങനെ പിടിച്ച് മാറ്റുന്നതും പെട്ടെന്ന് നമ്മുടെ സ്പൈക്ക് കണ്ണുറക്കാണ്. എന്താന്ന് കാണിക്കുമ്പോൾ ഇതെന്തോ സ്വപ്നം പോലെ അവന് തോന്നിയതാണ്. അതുമല്ല, കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു സോംബി മുന്നിൽ കിടക്കുന്നു, അത് മരിച്ച്. അപ്പോൾ എന്തായാലും അത് സ്വപ്നം ആയിരുന്നില്ല. രാത്രി എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കാണിച്ചു തരുമ്പോഴത്തേക്കാണ് അയിലുണ്ടല്ലോ അവളാണ് ആ ഒരു സോംബിയെ കണ്ടിട്ട് എഴുന്നേറ്റ് അതിൻ്റെ തല പിടിച്ച ആ ഒരു ചുമരിൽ 2-3 തവണ ഇടിച്ചിടിച്ച് അതിനെ കൊല്ലുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത ദിവസം വീണ്ടും യാത്ര തുടങ്ങുമ്പോൾ ഇപ്പോൾ മറ്റൊരിടത്ത് കാണിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ദ്വീപിൽ തന്നെയാണ് മറ്റൊരു സ്ഥലത്ത് കാണിക്കുമ്പോൾ ഒരുപാട് പട്ടാളക്കാരെ അങ്ങനെ മതിലെല്ലാം ചാടിയിട്ട് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ ഓടിപ്പോകുന്നു. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്ക് അവരുടെ പിറകെ ഒരുപാട് സോംബികൾ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെയും ഒരു സോംബി കൂട്ടമുണ്ട്. അതിന് തലവനായിട്ടുള്ള ആൽഫ എന്ന് പറഞ്ഞൊരു സോംബിയുണ്ട്. ഇപ്പം അതെല്ലാം ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇവരുടെ കയ്യിൽ തോക്കുണ്ട്. എന്നിരുന്നാലും ഇവരെ ഓടി ഓടി ഇടയ്ക്ക് വെച്ചിട്ട് പുറകിലേക്ക് നോക്കി 1-2 സോംബികളെ കൊല്ലും, പിന്നെ ഓടും. അങ്ങനെ ഓടി ഓടി ഒരു തുരങ്കത്തിനകത്തേക്ക് കയറിയിട്ട് അവിടുത്തെ ഗേറ്റ് അങ്ങ് അടയ്ക്കും. എന്നിട്ട് അകത്തേക്ക് കയറി വരുന്ന സോംബികളെല്ലാം വീണ്ടും ഷൂട്ട് ചെയ്ത് കൊന്ന് ഇവരെല്ലാവരും അതിനകത്ത് തന്നെ നിൽക്കാണ്. അതുപോലെ നല്ല ഇരുട്ടുമുണ്ട്. അങ്ങനെ ടോർച്ചെല്ലാം അടിച്ചിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നതും പെട്ടെന്ന് ആ ഒരു ആൽഫ എന്ന് പറഞ്ഞ സോംബി ഉണ്ടല്ലോ, അത്രയും വലിയ ശരീരമുള്ള സോംബിയാണ്. അത് ഒരുത്തനെ കൊന്ന് അവൻ്റെ തല മാത്രം വലിച്ചെടുക്കും. നമ്മളൊരു പ്രൊഡക്ടറൊക്കെ ഓരോരുത്തരെ കൊന്നിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു തല മാത്രം നട്ടലുൾപ്പെടെ എല്ലാം കൂടി വലിച്ചു വരുമല്ലോ, അതുപോലെ. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു സോംബി കൂട്ടവും ഒരു കുടുംബം പോലെയാണ് ജീവിക്കുന്നത്. അതിൽ ഈ ഒരു ആൽഫ എന്ന് പറഞ്ഞ ആ ഒരു സോംബി മെയിൻ. അത് കഴിഞ്ഞ് ആ ഒരു സോംബിക്ക് ഒരു ഭാര്യയുണ്ട്. ആ ഒരു സോംബിയാണെങ്കിൽ ഇപ്പോൾ പ്രഗ്നന്റ് കൂടിയാണ്.
ഈ ഒരു സോംബി സിനിമകളിൽ നമ്മൾ ഈ ഒരു കാര്യം ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഈ സോംബി കടിച്ചിട്ട് സോംബിയായിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ സോംബി ആയിട്ടിരുന്ന് അവർ ഇവോൾവ് ആയിട്ട് അതിൽ അവർക്ക് കുട്ടികൾ ജനിക്കുക, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു കഴിവ്, ഇതെല്ലാം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു മൂവിയിൽ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളെ വേറെ ഏതെങ്കിലും മൂവിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് കമന്റ് ചെയ്തേക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ സ്പൈക്കും അയിലയും ഇവർ രണ്ടുപേരും ഒരുപാട് ദൂരം നടന്ന് ഈ പൂക്കളെല്ലാം ഒരുപാടുള്ള സ്ഥലത്തേക്ക് എത്തി. അങ്ങനെ അവിടെ നിന്ന് രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഇതിന് നടുവിലായിട്ട് എന്തോ ഒരു വലിയ പ്രതിമ പോലെ എന്തോ ഒരു കാര്യം വെച്ചിട്ടുണ്ട്. അത് ഇവർ രണ്ടുപേരും കണ്ട് അതിനെപ്പറ്റി എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് വീണ്ടും അയിലയുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നു. സ്പൈക്ക് അടുത്തേക്ക് വന്ന് അതിങ്ങനെ തുടച്ചു കളഞ്ഞിട്ട് അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ അവരുടെ പിറകെ അടുത്തൊരു സോംബി ഇങ്ങനെ പതിയെ നടന്നു വരികയാണ്. അതിനെന്തായാലും വലിയ വേഗതയൊന്നുമില്ല. അങ്ങനെ ഇത് നടന്നടുത്തേക്ക് വരുന്നതും സ്പൈക്ക് അങ്ങനെ ആ ഒരു അമ്പെടുത്ത് അതിനെ എയിം ചെയ്ത് ആ ഒരു അമ്പ് വിട്ട് ആ ഒരു സോംബിയെ കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് അവൻ്റെ അമ്മയെ സമാധാനിപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പുറകിൽ നിന്നും മറ്റൊരുപാട് സോംബികളും ഇവിടേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് വയ്യാത്ത അയിലയും വിളിച്ചിട്ട് അവൻ വീണ്ടും അവിടെ നിന്ന് ഓടുകയാണ്. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് ഓടുന്നു. ഇപ്പം ഈ ഒരു കൊച്ചു ചെറുക്കനെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും അവൻ്റെ അമ്മയെ? അതാണിപ്പോൾ നമുക്കുള്ളൊരു ചോദ്യം. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി താഴേക്ക് വരുമ്പോൾ ഒരു ഗ്യാസ് സ്റ്റേഷൻ കാണുന്നുണ്ട്. അതിനടുത്തുള്ള ആ ഒരു ഷോപ്പിനകത്തേക്ക് രണ്ടുപേരും ഓടി ഇങ്ങനെ കയറുമ്പോഴത്തേക്ക് അതിനകത്ത് നീല നിറത്തിലുള്ള എന്തോ ഒരു വാതകം ആ മുറിയിൽ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇതവരറിയുന്നില്ല. അകത്തേക്ക് ചെല്ലുമ്പോൾ രണ്ടുപേർക്കും ശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഈ ഒരു സോംബികൾ അകത്തേക്ക് കയറി വരുന്നു. ആ ഒരു സോംബികൾക്കും കറക്റ്റായിട്ട് ശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും പേടിച്ച് താഴേക്ക് ഒന്ന് വീഴുമ്പോഴത്തേക്കാണ് ഈ ഒരു ഷോപ്പിന് മുകളിൽ ഒരു പട്ടാളക്കാരൻ അവൻ ഇവരെ കാണുന്നതും രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങുന്നതും പറഞ്ഞ് അകത്ത് വന്ന ആ ഒരു സോംബികളെല്ലാം പെട്ടെന്ന് ഷൂട്ട് ചെയ്യും. ആ ഒരു ഗ്യാപ്പിൽ ഇവർ രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഷോപ്പ് അങ്ങ് കത്തിപ്പിടിക്കുകയാണ്. അതിൽ ആ ഒരു സോംബികളെല്ലാം മരിക്കുകയും ചെയ്യും. അങ്ങനെ വെളിയിലേക്ക് വന്ന ആയിലേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ആ ഒരു വാതകം ശ്വസിച്ചത് കൊണ്ട് തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അവൾക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് ആ ഒരു പട്ടാളക്കാരൻ അവിടേക്ക് വരുന്നു. അവന്റെ പേര് ജിമ്മി എന്നാണ്. അല്ല ഇതാരാന്ന് ചോദിക്കുമ്പോൾ സ്പൈക്ക് പറയും ഇതെന്റെ അമ്മയാണ്. അല്ല നിങ്ങൾ എവിടുന്നാ? ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു ദ്വീപിൽ നിന്നാണ്. എൻ്റെ അമ്മ ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം ജിമ്മിയോട് പറയും. അപ്പോൾ ജിമ്മി പറയും നിന്നെ കൊണ്ട് ഒരിക്കലും ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ട് നീ എത്രയും ഇവിടുന്ന് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്നെല്ലാം പറയുമ്പോൾ സ്പൈക്ക് പറയില്ല എൻ്റെ അമ്മയെ വിട്ടിട്ട് ഞാൻ എവിടെയും പോകത്തില്ല എന്ന് പറയുന്നത് ജിമ്മിക്ക് എന്ത് ഇവരെ കണ്ടിട്ട് നല്ലതുപോലെ തോന്നി. അവന് ഒത്തിരി മനസാക്ഷിയുള്ള ഒരുത്തനാണ്. അതുകൊണ്ട് തന്നെ അയിലയെ പൊക്കിയെടുത്ത് ജിമ്മി അങ്ങനെ നടക്കാൻ തുടങ്ങും. അപ്പോൾ ജിമ്മി വേറെ ആരുമല്ല, നമ്മൾ നേരത്തെ ഒരു ആർമി ഗ്രൂപ്പിനെ കണ്ടിരുന്നല്ലോ, അതിൽപ്പെട്ട ഒരുത്തനാണ്. അവൻ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടേക്ക് വന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു ഐലൻഡും നമ്മുടെ സ്പൈക്ക് താമസിക്കുന്ന ആ ഒരു ഐലൻഡും മാത്രമാണ് പുറം ലോകത്തെ അറിയാതെ അങ്ങനെ കിടക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും സാധാരണ നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ എല്ലാവരും ജീവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തുള്ള ആളാണ് നമ്മുടെ ജിമ്മി. അങ്ങനെ ജിമ്മിയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്പൈക്കിനോട് പറഞ്ഞ് ഇവർ രണ്ടുപേരും കുറേ ദൂരം നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ജിമ്മിക്ക് ക്ഷീണിച്ചിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവർ ആ ഒരു പുൽമേട്ടിലെ തുണിയെല്ലാം വിരിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ജിമ്മിക്ക് സ്പൈക്ക് കൊണ്ടുവന്ന ആപ്പിളും മറ്റു കാര്യങ്ങളെല്ലാം കഴിക്കാണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിക്കുമ്പോൾ ജിമ്മി എന്താ ചെയ്യുന്നത് വെച്ചാൽ അവൻ്റെ ഫോണ്, അതിലാണെങ്കിൽ അവൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളെ പറ്റിയുള്ള ഫോട്ടോ എല്ലാം നമ്മുടെ സ്പൈക്കിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ഇതെന്താന്ന്. അപ്പോൾ ജിമ്മി പറയും ഇതാണ് ഫോൺ. പക്ഷേ സ്പൈക്കിന് അറിയത്തില്ലല്ലോ ഇതെന്ത് സാധനമാണെന്ന്. അതുകൊണ്ട് റേഡിയോ പോലത്തെ ഒരു കാര്യമെന്ന് മാത്രം പറയും. എന്നിട്ട് നിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അമ്മയ്ക്ക് എന്ത് അസുഖമാണെന്ന് അറിയത്തില്ല, അത് കണ്ടുപിടിക്കാനും ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോഴാണ് അയില പെട്ടെന്ന് തിരിഞ്ഞിട്ട് അല്ല ഇതാരാ എന്ന് ജിമ്മിയോട് ചോദിക്കും. അപ്പോൾ സ്പൈക്ക് പറയും ഇത് നമ്മളെ സഹായിക്കാൻ വന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ അയില പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് വേറെ എന്തൊക്കെയോ സംസാരിക്കുന്നു. അപ്പോൾ സ്പൈക്ക് ജിമ്മിയോട് പറയുന്നുണ്ട് അമ്മ എങ്ങനെ തന്നെയാണ് എന്നെല്ലാം പറയുമ്പോൾ ജിമ്മി പറയും ശരി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്നുപേരും വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. അങ്ങനെ കുറേ ദൂരം നടന്നു വരുമ്പോഴത്തേക്കാണ് അടുത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഇവരെല്ലാവരും അവിടേക്ക് ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അയില എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും അത് പഴയൊരു ട്രെയിനാണ്, അതിനകത്ത് നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ ഇവർ മൂന്നുപേരും അതിനകത്തേക്ക് കയറിയിട്ട് ആ ഒരു ട്രെയിനിനുള്ളിലൂടെ കുറേ ദൂരം നടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ത്രീ പ്രസവിക്കാറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അവിടത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അത് ആ ഒരു സോംബി സ്ത്രീ ഉണ്ടല്ലോ അവരായിരുന്നു. അതുപോലെ ആയില്ല അതൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് ആ ഒരു പ്രസവം എടുക്കുമ്പോഴത്തേക്കും ആ ഒരു കുഞ്ഞെന്തായാലും ജീവനോടെ പുറത്തു വരുന്നുണ്ട്. അവിടെയാണ് മറ്റൊരു കാര്യം, ഈ ഒരു കുഞ്ഞൊരിക്കലും സോംബി അല്ല. കാരണം ഇത്രയും വർഷത്തെ ആ ഒരു ഇവോൾവിങ് ഉണ്ടല്ലോ അതിലൂടെ ആ ഒരു കുഞ്ഞിനൊരു കുഴപ്പമില്ല അതിന് പുറത്തു വരുന്നത്. അങ്ങനെ ആ ഒരു പൊക്കിൽ കൂടി കട്ട് ചെയ്തെടുത്ത് ആ ഒരു കുഞ്ഞിനെടുത്ത് കയ്യിൽ വെക്കുമ്പോൾ ഈ ഒരു സോംബി സ്ത്രീ ഇവരെ കടിക്കാനായിട്ട് വരുന്നതും ജിമ്മി പെട്ടെന്ന് തോക്കെടുത്ത് അവരെ അങ്ങ് ഷൂട്ട് ചെയ്ത് കൊല്ലും. എന്നിട്ട് ജിമ്മി പറയും ആ ഒരു കുഞ്ഞിനെ താഴെ വയ്ക്ക്, മര്യാദയ്ക്ക് അതിനെ താഴെ വയ്ക്കാൻ പറയുമ്പോൾ ഇവർ പറയുന്നുണ്ടില്ല ആ ഒരു കുഞ്ഞിന് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ജിമ്മി അത് കേൾക്കത്തില്ല. അങ്ങനെ ഇവരെ ഷൂട്ട് ചെയ്യും എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ജിമ്മി എന്തോ ഒരു കാര്യം വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. അത് വേറെ ഒന്നല്ല ആ ഒരു ആൽഫ സോംബിയാണ്. എന്നിട്ട് അവനെ മുകളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോയിട്ട് അവന്റെ തല വലിച്ച് കീറി ഇങ്ങനെ എടുത്ത് ഇത് നേരെ താഴേക്ക് ചാടി ഇപ്പൊ ആ ഒരു സ്ത്രീയെ നോക്കുമ്പോൾ അത് മരിച്ചു കിടക്കുന്നു.
ഇതുകൂടിയാവുന്നത് ഈ ഒരു സോംബിക്ക് അത്രയും ദേഷ്യം വരുന്നതും സ്പൈക്ക് അവൻ്റെ അമ്മയോട് പറയും, അമ്മ ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ട്രെയിനിന്റെ മറ്റൊരു വശത്തേക്ക് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ ഈ ഒരു സോംബി അവരുടെ പുറകെ വരുമ്പോൾ സ്പൈക്ക് തിരിഞ്ഞു നിന്ന് അതിനെ അമ്പ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അത് ഇവരുടെ പിറകെ തന്നെ വരുന്നു. അങ്ങനെ ഇവൻ ഓരോ ഡോറും അടച്ചടച്ച് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും വീണ്ടും നമ്മുടെ സ്പൈക്ക് അതിനെ അമ്പ് ചെയ്യും. അങ്ങനെ തന്നെ ഇവർ രണ്ടുപേരും ആ ഒരു ട്രെയിനിൽ നിന്നും ഒരുപാട് ദൂരം ഇങ്ങനെ ഓടി വരുമ്പോൾ ഈ ഒരു സോംബി അവരുടെ പിറകെ തന്നെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിന് ഡ്രസ്സൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും ഞാൻ ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. അങ്ങനെ ഓടി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് മറ്റെവിടെ നിന്നോ എന്തോ ഒരു കാര്യം ആ ഒരു സോംബിയുടെ കഴുത്തിലേക്ക് വന്ന് കൊള്ളുമ്പോഴത്തേക്കും ആ ഒരു സോംബി അനങ്ങാതെ ഇങ്ങനെ നിൽക്കാണ്. കാണിക്കുമ്പോൾ ദേഹം മുഴുവൻ രക്തമായിട്ട് ഒരു മൊട്ടത്തലയൻ നടന്ന് ഈ ഒരു സോംബിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അത് അനങ്ങാതെ തന്നെ നിൽക്കുന്നു. ഇവനൊന്നും ചെയ്യുന്നില്ല. അവൻ എന്തോ ഒരു കെമിക്കൽ ആ ഒരു അമ്പര് തേച്ചിട്ടാണ് ഇവന്റെ കഴുത്തിലേക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു സോംബി അനങ്ങാതെ നിൽക്കുന്നത്. എന്നിട്ട് അവന്റെ അടുത്തേക്ക് വന്ന് ആ ഒരു ജിമ്മിയുടെ തലയുണ്ടല്ലോ, ആ ഒരു തലയെടുത്ത് ഇവരോടൊപ്പം എന്നോടൊപ്പം വാന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോഴാണ് നമ്മുടെ സ്പൈക്ക് ചോദിക്കുന്നത്, അപ്പോൾ നിങ്ങളാണോ ഡോക്ടർ കെൽസൺ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അതെ ഞാൻ തന്നെയാണെന്ന് പറയുന്നത്. ഇപ്പോഴാണ് നമ്മുടെ സ്പൈക്കിനെ കുറിച്ച് സമാധാനമായത്. അതുമല്ല, കാണുന്ന എനിക്കും ഒത്തിരി സമാധാനമായത് ഇപ്പോഴാണ്. കാരണം വയ്യാത്തവന്റെ അമ്മയും കൊണ്ട് എത്ര ദൂരം എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അങ്ങനെ കെൽസൺ ഇവരോട് പറയും, എന്നോടൊപ്പം വാന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് അങ്ങനെ പോവാണ്. കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് അതൊരു പുഴയുടെ അപ്പുറത്തായിട്ട് എന്തോ വലിയ കമ്പുകൾ ഓലയിൽ ഇങ്ങനെ വെച്ചേക്കുന്നു. അതെന്താണെന്ന് നമ്മുടെ സ്പൈക്ക് ചോദിക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവരെയും വിളിച്ച് ആ ഒരു പുഴയും കടന്ന് നേരെ അപ്പുറത്തേക്ക് ചെല്ലും. എന്നിട്ട് അതിനുള്ളിലേക്ക് നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് ഇതിന് നടുവിലായിട്ട് ഈ മനുഷ്യന്മാരുടെ തലയോട്ടി ഉണ്ടല്ലോ അത് വെച്ച് ഒരു പിരമിഡ് പോലെ ഇങ്ങനെ നിർമ്മിച്ചു വെച്ചേക്കാണ്. ഇത് ഞാൻ നിർമ്മിച്ച മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകമാണ്, ഒരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു സ്ഥലത്താണ് അയാള് ആ ഒരു തീ കൂട്ടിയിട്ടേക്കുന്നത്. ഈ ഒരു പുകയാണ് നമ്മുടെ സ്പൈക്ക് ദൂരെ നിന്ന് കണ്ടതും. ഇപ്പോൾ കെൽസൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജിമ്മിയുടെ തലയുണ്ടല്ലോ അത് ഒരു വലിയ പാത്രമുണ്ട്, അതിനകത്തേക്കിട്ട് ഈ ഒരു തീയുടെ നടുവിലേക്ക് വെച്ച് ആ ഒരു പാത്രത്തിലിട്ട് ഇങ്ങനെ വേവിക്കുന്നു. കുറെ കഴിഞ്ഞിട്ടാണ് അവന്റെ തല വീണ്ടും തിരിച്ചെടുത്ത് അവന്റെ തലയിലുള്ള ആ ഒരു മാംസവും കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ് ഈ ഒരു തലയോട്ടി മാത്രം വൃത്തിയാക്കി എടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു പിരമിഡിന് മുകളിലേക്ക് വെക്കാനാണ്. ഈ ഒരു സോംബി കാരണം മരിച്ച ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു തലയോട്ടി കൊണ്ടുവന്ന് നമ്മുടെ സ്പൈക്കിന്റെ കയ്യിൽ കൊടുത്ത് അവനോട് അതിന് മുകളിലേക്ക് വെക്കാൻ പറയും. അങ്ങനെ അത് കഴിഞ്ഞ് കെൽസൺ സ്പൈക്കിനോട് ചോദിക്കും, ശരി ആ ഒരു കുഞ്ഞിന് എന്തായാലും പാല് വേണം, വെള്ളം കൊണ്ട് കുറച്ചുനാൾ മാത്രമേ അവൾ ജീവിച്ചിരിക്കത്തുള്ളൂ, അല്ലെ ഈ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ നീ എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സ്പൈക്ക് പറയും, ഒരിക്കലും അല്ല, എൻ്റെ അമ്മയെ കാണിക്കാനാണെന്ന് പറയുന്നതും അന്ന് രാത്രി കെൽസൺ ഐലയെ പരിശോധിക്കുകയാണ്. കാരണം അവനൊരു ഡോക്ടറാണെന്ന് നമുക്കറിയാലോ. അതുമല്ല, ജാമി പറഞ്ഞതുപോലെ അവൻ ഒരിക്കലും ഒരു ഭ്രാന്തനല്ല. ഇത് കണ്ടിട്ട് അവന്റെ പിറകിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അവൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കാരണം എന്താണ്, ഇതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ കെൽസൺ നല്ലതുപോലെ ഐലയെ പരിശോധിച്ചതിന് ശേഷം ഇപ്പോഴാണ് അവൾക്കുള്ള ആ ഒരു അസുഖം എന്താണെന്ന് ഇവൻ കണ്ടുപിടിക്കുന്നത്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ക്യാൻസറാണ്. അതുപോലെ ക്യാൻസറിന് ചികിത്സിക്കാനുള്ള ആ ഒരു സംവിധാനങ്ങൾ അല്ലെങ്കിൽ യന്ത്രങ്ങൾ ഇതൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ആ ഒരു സത്യം ഇവരോട് പറയുമ്പോഴത്തേക്കും ഐലയ്ക്ക് മനസ്സിലായി താൻ എന്തായാലും ഉടനെ തന്നെ മരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞ് അവളിങ്ങനെ വിഷമിക്കുമ്പോൾ സ്പൈക്ക് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അമ്മയെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലേ, രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നിന്റെ അമ്മ ഉടനെ തന്നെ മരിക്കും, നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും സ്പൈക്ക് പെട്ടെന്ന് കരയാൻ തുടങ്ങും. എന്നിട്ട് ഇയാളോട് പറയുന്നുണ്ട്, ഞാൻ എത്ര പ്രയാസപ്പെട്ടെന്നറിയോ ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട്, എന്നിട്ട് എന്നെ അമ്മയെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ കരയുമ്പോഴത്തേക്കും ഇപ്പൊ എന്തായാലും ഇവർക്ക് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം, അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം അവൾ എന്തായാലും ഉടനെ മരിക്കണം എന്നുള്ള രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പൈക്കിനെ അയാൾ അങ്ങനെ അടുത്തേക്ക് പിടിച്ചിട്ട് അവനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുമ്പോൾ കെൽസൺ ആ ഒരു സോംബിയുടെ അടുത്തേക്ക് വിട്ടുകൊടുത്ത ആ ഒരു ചെറിയ അമ്പുണ്ടല്ലോ അതെടുത്ത് നമ്മുടെ സ്പൈക്കിന് നേർക്ക് ഇങ്ങനെ വിടാൻ പോകുന്നു. കാരണം അവനെ അടക്കി നിർത്തിയാൽ മാത്രമേ ഇവർക്ക് ആ ഒരു കാര്യം ചെയ്യാൻ കഴിയത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. അങ്ങനെ ആയില്ല അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും കെൽസൺ അതിങ്ങനെ ഊതി അവന്റെ ദേഹത്തേക്ക് വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ സ്പൈക്കിന് അധികം ഒന്നും മിണ്ടാൻ കഴിയാതെ അവൻ അനങ്ങാതെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ടാണ് സ്പൈക്കിന്റെ അടുത്തേക്ക് അവന്റെ അമ്മ അവിടെ ഇരുന്നിട്ട് പറയുന്നത്, നിനക്ക് ഞാൻ പണ്ട് പറഞ്ഞതൊരു കാര്യം അറിയോ, അതെ നമ്മളെല്ലാവരും എന്നായാലും ഒരു ദിവസം മരിക്കണം, അതെ അതുപോലെ തന്നെയാണ് ഇതെല്ലാം നല്ല സന്തോഷത്തോടെ ചെയ്യേണ്ട കാര്യമാണെന്നെല്ലാം പറഞ്ഞ് സ്പൈക്കിന്റെ കയ്യിലേക്ക് ആ ഒരു കുഞ്ഞിനെ കൊടുത്ത് ഇപ്പൊ അവനോട് പറയും, നീ അവിടെ തന്നെ ഇരിക്കുന്നും പറഞ്ഞ് അയില അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പോവാണ്. ഇപ്പോൾ കെൽസനും പുറകെ തന്നെ പോകുന്നുണ്ട്. അയില എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ സ്വയം മരിക്കാൻ വേണ്ടി. അങ്ങനെ ആ ഒരു കൂട്ടിയിട്ടിരിക്കുന്ന തീ ഉണ്ടല്ലോ അതിലേക്ക് പോയി ചാടി, അങ്ങനെയാണെന്ന് തോന്നുന്നു അവൾ എന്തായാലും അവിടെ വെച്ച് മരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സ്പൈക്ക് ആ ഒരു മയക്കത്തിലിങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഇതിന് ചുറ്റുമായിട്ടും പല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് പോലെ അവനിങ്ങനെ കാണുകയാണ്. അങ്ങനെ അതെല്ലാം കണ്ട് അവന്റെ അമ്മ മരിക്കുന്ന ആ ഒരു വിഷമം ഇപ്പൊ അവൻ അധികം ഇല്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ കെൽസൺ ഇപ്പോൾ തിരിച്ചു വരുന്നു. പക്ഷെ ഇത്തവണ അവന്റെ കയ്യിലുള്ളത് അയിലയുടെ ആ ഒരു തലയോട്ടിയാണ്, നമ്മുടെ സ്പൈക്കിന്റെ അമ്മയുടെ. എന്നിട്ട് ആ ഒരു തലയോട്ടി എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്ത ആ ഒരു കുഞ്ഞിനെ വാങ്ങി, നിന്റെ അമ്മയാണ് ഇപ്പോൾ എല്ലാവരിലും കാട്ടി മികച്ചത്, അതുകൊണ്ട് നീ തന്നെ ഇത് ആ ഒരു പിരമിഡിലേക്ക് വെക്കണമെന്ന് പറയുമ്പോൾ
സ്പൈക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ അതും എടുത്ത് നേരെ ആ ഒരു പിരമിഡിന് മുകളിലേക്ക് കയറും. അതും താഴെയൊന്നുമല്ല, ആ ഒരു പിരമിഡിന്റെ ഏറ്റവും മുകളിൽ ആ ഒരു തലയോട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നതും ഏതൊരു മക്കൾക്കായാലും അവരുടെ അമ്മ കഴിഞ്ഞിട്ടേ ബാക്കി ആരുള്ളൂ. അവരുടെ അമ്മ തന്നെയാണ് അവർക്ക് ഏറ്റവും വലുത്. ആ ഒരു കാര്യമാണ് സത്യത്തിൽ ഈ ഒരു സീനിലൂടെ തന്നെ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതുമല്ല, അവൻ ഇത്രയും കാര്യം ചെയ്തതും തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഡോക്ടറും അതേപോലെ തന്നെ സ്പൈക്കും ആ ഒരു കുഞ്ഞിനെ കൊണ്ട് ഇവര് രണ്ടുപേരും ഒരു കുഴിക്കടുത്തേക്ക് ഇങ്ങനെ ഓടി ചെല്ലുന്നത് എന്താന്ന് വെച്ചാല് ആ ഒരു വലിയ സോംബി ഉണ്ടല്ലോ, അത് ഇവരെ പിടിക്കാൻ വേണ്ടി വീണ്ടും ഈ ഒരു സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങി അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതും ആ ഒരു സോംബി മുകളിലേക്ക് വന്നിട്ട് ഇവരെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഗ്രില്ല് പോലെ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഉള്ളിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ രണ്ടുപേരും അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഡോക്ടറെ ഈ ഒരു സോംബി കൈ കൊണ്ടങ്ങ് പിടിച്ച് മുകളിലേക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഡോക്ടറിന് ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്പൈക്ക് എന്താ ചെയ്യുന്നത് വെച്ചാല് ആ ഒരു ചെറിയ അമ്പുണ്ടല്ലോ, അതെടുത്ത് ഈ ഒരു സോംബിയുടെ കയ്യിലേക്ക് ഒരു ഒറ്റക്കുത്ത്. അപ്പൊ ആ ഒരു കെമിക്കൽ ഉള്ളിലേക്ക് ചെല്ലുന്നതും ഈ ഒരു സോംബി വീണ്ടും അനങ്ങാതെ തന്നെ ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ അവിടെ നിന്ന് അവർ രണ്ടുപേരും രക്ഷപ്പെട്ട് അത് കഴിഞ്ഞ് നമ്മുടെ സ്പൈക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വരുന്നു. ഒരുപാട് ദൂരം നടന്ന അവസാനം ഇവരുടെ ദ്വീപിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു വഴിയിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്തായാലും വെള്ളം കയറിയിട്ടില്ല. അങ്ങനെ സ്പൈക്ക് ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഈ ഒരു ദ്വീപിനടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സ്പൈക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് അവന്റെ സ്വന്തം ദ്വീപിലല്ല, ഈ ഒരു സോംബികളുള്ള ആ ഒരു ദ്വീപിൽ തന്നെയാണ്. ഇത്തവണ ഒറ്റയ്ക്ക് മീനെല്ലാം പിടിച്ച് ഒറ്റയ്ക്ക് അതിജീവിക്കാൻ തുടങ്ങും. ആ ഒരു കാര്യമാണ് നമുക്കിപ്പോ കാണിച്ചു തരുന്നത്. അതുമല്ല, ഈ ഒരു ദ്വീപിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു കവാടത്തിന് വെളിയിലായിട്ട് ആ ഒരു കുഞ്ഞിനെ സ്പൈക്ക് തൂക്കിയിട്ടിട്ട് അതിന്റെ കൂടെ ഒരു ലെറ്ററും വെച്ചിട്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഇവരെല്ലാവരും വെളിയിലേക്ക് വന്ന് ആ ഒരു കുഞ്ഞിനെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പൊ ജാമി ആ ഒരു കുഞ്ഞിന് കാണിച്ചു കൊടുക്കും. അതുമല്ല, സ്പൈക്ക് ആ ഒരു ലെറ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാല്, അച്ഛൻ എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് എന്നെ അന്വേഷിച്ച് നിങ്ങൾ ആരും വരണ്ട, കാരണം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു. അതുപോലെ ഈ ഒരു കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിക്കണം. ഇതാ ഒരു അസുഖം ബാധിച്ച അവരിൽ നിന്ന് കിട്ടിയ ഒരു കുഞ്ഞാണ്. പക്ഷെ ഒരിക്കലും ഈ ഒരു കുഞ്ഞിന് അസുഖം ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കുഞ്ഞിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, അതിനെ വളർത്തണം എന്നുള്ള കാര്യം ആ ഒരു ലെറ്ററിൽ എഴുതിയിരിക്കുന്നതും ഇതുകൂടി കാണുന്ന ജാമി അങ്ങനെ അവിടെ നിന്ന് ഓടി ആ ഒരു ഗേറ്റും തുറന്ന് ഓടി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവന് തിരിച്ചു പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അവിടെ നിന്ന് ജാമി ആലറി ഇങ്ങനെ വിളിച്ച് കരയുന്നുണ്ട്. കാരണം അവന് ഇനിയിപ്പോ അങ്ങോട്ട് പോകാനായിട്ട് കഴിയത്തില്ലല്ലോ. അതുപോലെ നമ്മുടെ സ്പൈക്ക് എവിടെയാണെന്നും അവൻ അറിയത്തില്ല. ഇപ്പൊ സ്പൈക്കിനെ കാണിക്കുമ്പോൾ സ്പൈക്ക് ഒറ്റയ്ക്ക് ആ ഒരു സ്ഥലത്ത് ഇനി മുതൽ അവൻ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്ത് ജീവിക്കാൻ പോവാണ്. അങ്ങനെ ഈ ഒരു അമ്പും വില്ലുമായിട്ട് അവൻ കുറെ ദൂരം നടന്നു പോകുമ്പോഴത്തേക്കും അവന്റെ പിറകെ വീണ്ടും ഈ ഒരു സോംബികൾ ഇങ്ങനെ വരുന്നു. ഇത് കാണുമ്പോൾ സ്പൈക്ക് അതിനെ നല്ലതുപോലെ അമ്പ് ചെയ്ത് ഓരോ സോംബികളായിട്ട് കൊല്ലുന്നുണ്ട്. അങ്ങനെ കൊന്നു അവസാനം ഒരിടത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ അവന്റെ മുകളിലായിട്ട് ഒരാൾ വന്ന്, ഹേയ് പയ്യ, നിനക്ക് നല്ല ധൈര്യം ഉണ്ടല്ലോ, നീ നല്ലതുപോലെ തന്നെ അതിനെ കൊന്നു, പക്ഷേ കാര്യമില്ല, ഇനി ഒരുപാടെണ്ണം ഇവിടേക്ക് വരുന്നുണ്ട്. അല്ല, നീ എങ്ങോട്ടാ പോകുന്നത്, നിന്റെ പേരെന്താന്നെല്ലാം ചോദിക്കുമ്പോൾ സ്പൈക്ക് അവന്റെ പേര് പറയും. ഇപ്പോഴേക്കാണ് മുകളിൽ വന്ന് നിൽക്കുന്ന അയാളുടെ കൂടെ വേറെ കുറെ ആളുകൾ അവർ പ്രത്യേകതരം വസ്ത്രമെല്ലാം ഇട്ടിട്ട് കുറച്ച് ആയുധങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അയാൾ ചോദിക്കും, ഓക്കെ, നിന്നോടൊപ്പം ഞങ്ങളും കൂടി ജോയിൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സ്പൈക്ക് പറയും, മതി, ചെയ്തോളാം പറയുന്നതും ഈ ഒരു സോംബികൾ അവിടേക്ക് ഓടി വരുമ്പോൾ അവന്റെ കൂടെയുള്ള എല്ലാവരും താഴേക്ക് ചാടി ഇറങ്ങി. അതിൽ ചെറുപ്പക്കാരെല്ലാണ്ട് അവര് വേറെ ലെവലിൽ നല്ല ഫണ്ണായിട്ട് നിന്ന് ആ ഒരു സോംബികളെല്ലാം കൊല്ലാണ്. അവർക്ക് എന്തോ ഒരു സന്തോഷമുള്ളതുപോലെ ആ ഒരു രീതിയിൽ ചിരിച്ചു കളിച്ച് ആ ഒരു സോംബികളെ കൊല്ലുന്നപ്പോ ഇവർക്ക് ഈ ഒരു സോംബികളെ ഇത്ര എളുപ്പമായിട്ട് കൊല്ലാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഈ ഒരു സോംബികളെല്ലാം കൊന്ന് അവൻ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അവന്റെ കഴുത്തിലുള്ള ആ ഒരു കുരിശുമാല നമ്മൾ കാണുന്നത്. ഈ ഒരു കുരിശുമാല ഓർമ്മയുണ്ടോ? സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ചെറിയ പയ്യൻ അവന്റെ അച്ഛൻ ഈ ഒരു കുരിശുമാല ഒരു ചർച്ചിനകത്ത് വെച്ചിട്ട് അവന് കൊടുക്കുമല്ലോ, ആ ഒരു പയ്യൻ തന്നെയാണ് ഇതെന്ന് ഈ ഒരു കുരിശുമാല കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മുടെ സ്പൈക്കിനടുത്തേക്ക് നടന്നു നിന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഇനി നമുക്ക് രണ്ടുപേർക്ക് സുഹൃത്തുക്കളായാലോ എന്ന് ചോദിക്കുന്നതും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഇനിയും ഒരുപാട് ഭാഗങ്ങൾ വരാനുണ്ട്. അതുമല്ല, മൂന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ ഭാഗത്തിലാണ് തോന്നുന്നു കിലിയൻ മർഫി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ വരാൻ പോകുന്നത്. അത് എത്രാമത്തെ പാർട്ടിലാണെന്ന് നമുക്ക് ഇനിയിപ്പോ അറിയാൻ കഴിയത്തില്ല. എന്തായാലും ആ ഒരു പാർട്ടിലെല്ലാം വരുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും അത് ചെയ്യാം. ഇത് ഈ ഒരു മൂവിയുടെ തുടക്കം മാത്രമാണ്, ഇനിയും കുറച്ച് പാർട്ടികൾ വരാനുണ്ട്. അതുവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരുപാട് സിനിമകളും ഇനിയും ഉണ്ട്, അതെല്ലാം നമുക്ക് കൊണ്ടുവരാം. അതുവരയ്ക്കും ബൈ.